തിരുവനന്തപുരം എന്ന പുണ്യഭൂമിയിൽ മറ്റേതൊരു ക്ഷേത്രത്തിനും ഇല്ലാത്ത കടൽക്കാറ്റ് ചന്ദനത്തിന്റെയും മുല്ലപ്പൂവിന്റെയും സുഗന്ധം പരത്തുന്ന ഒരു ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം. 1000 തലയുള്ള സർപ്പമായ അനന്തനിൽ ചാരി ഭഗവാൻ വിഷ്ണു കിടക്കുന്ന സ്ഥലം. ദൂരെ നിന്നുമുള്ള തീർത്ഥാടകർ ഇവിടെ എത്തുന്നു. പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ധീരരായ രാജാക്കന്മാർക്കും ജ്ഞാനികൾക്കും ഏറ്റവും ബുദ്ധിമാനായ മനസ്സുകൾക്ക് പോലും ഇതുവരെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു നിഗൂഢതയ്ക്ക് സാക്ഷ്യം വഹിക്കാനായി. ഒരു വാതിൽ നിശബ്ദമായി അടച്ചിട്ടിരിക്കുന്നു. ആ നിലവറ വോൾട്ട് ബി എന്ന് വിളിക്കപ്പെടുന്നു. അത് ചരിത്രത്തിൽ ഒരിക്കലും തുറക്കപ്പെട്ടിട്ടില്ല. ഇരുമ്പുകൊണ്ട് പൂട്ടിയിരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് മന്ത്രങ്ങൾ, ദിവ്യശക്തി, ഭയം എന്നിവയാൽ പൂട്ടിയിരിക്കുന്നത് കൊണ്ടാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കാലത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. അത് വെറുതെ നിർമ്മിച്ചതല്ല, അത് പ്രത്യക്ഷപ്പെട്ടു. അന്ധകാര പ്രകാശത്തിന്റെ ഒരു മിന്നലിൽ ഋഷിമാർ അനന്തനിൽ കിടക്കുന്ന വിഷ്ണുവിനെ കണ്ടതായി ഐതിഹ്യങ്ങൾ പറയുന്നു. അവർ അവിടെ കല്ലിലും ഭക്തിയിലും ശ്രീകോവിൽ പണിതു. നൂറ്റാണ്ടുകളായി രാജാക്കന്മാർ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജകുടുംബം, അവരുടെ കൈവശമുള്ളതെല്ലാം അവന്റെ കാൽക്കൽ സമർപ്പിച്ചു. രത്നങ്ങൾ, സ്വർണം, സിംഹാസനങ്ങൾ, വജ്രങ്ങൾ എല്ലാം രഹസ്യ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരുന്നു. ഈ നിലവറകളിൽ 6 ഒടുവിൽ കണ്ടെത്തി. എ മുതൽ എഫ് വരെ അടയാളപ്പെടുത്തി. എന്നാൽ അവയിൽ വോൾട്ട് ബി വേറിട്ട് നിന്നു. മറ്റേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു നിലവറ ബിയുടെ പ്രവേശന കവാടം. സർപ്പ പ്രതിച്ഛായകൾ കൊണ്ട് കുത്തിയെടുത്തത്, പുരാതന ലിഖിതങ്ങൾ കൊണ്ട് പൊതിഞ്ഞത്. പുരോഹിതന്മാർ നാഗബന്ധമെന്ന് വിളിക്കുന്ന ഒരു ദിവ്യ സർപ്പ മന്ത്രത്താൽ ഈ അറ മുദ്രയിട്ടിരിക്കുന്നു. ഇതൊരു കഥാപുസ്തകത്തിലെ ശാപമല്ല, തലമുറകളായി നിലനിൽക്കുന്ന വിശ്വാസമാണിത്. നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വിചിത്രമായ കാര്യങ്ങൾ സംഭവിച്ചു. ഒരു പുരോഹിതൻ പനി ബാധിച്ച് കുഴഞ്ഞു വീണ് ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു. രാത്രിയിൽ വാതിലിൽ നിന്ന് ചീറ്റൽ ശബ്ദം കേട്ടതായി മറ്റൊരാൾ അവകാശപ്പെട്ടു. ഇത് തകർക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പോലും കൊടുങ്കാറ്റുകൾ ആകാശത്തെ വിറപ്പിച്ചു. ഇന്ത്യയിലെ സുപ്രീം കോടതി ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അതിനുള്ളിലെ നിധികൾക്ക് കോടിക്കണക്കിന് വിലയുണ്ടായിരുന്നു. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. എന്നാൽ നിയമം പോലും ഈ ദിവ്യ തടസ്സത്തിന് മുന്നിൽ മുട്ടുകുത്തി. കാരണം ഇത് സ്വർണത്തെക്കുറിച്ചായിരുന്നില്ല, അത് വിശ്വാസത്തെക്കുറിച്ചായിരുന്നു. ക്ഷേത്ര സൂക്ഷിപ്പുകാരും രാജകുടുംബവും പുരോഹിതന്മാരും പറയുന്നത് ഗരുഡ മന്ത്രം അറിയാവുന്ന ഒരു യഥാർത്ഥ സിദ്ധപുരുഷന്, പൂർണ്ണത പ്രാപിച്ച ഒരു മുനികുമാരന് മാത്രമേ ഇത് തുറക്കാൻ കഴിയൂ എന്നാണ്. കൈകൊണ്ടല്ല, ബലപ്രയോഗത്തിലൂടെയുമല്ല, എന്നാൽ വളരെ ശുദ്ധമായ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ അത് അതിനെ കാക്കുന്ന സർപ്പശക്തിയെ ശാന്തമാക്കുന്നു. വാതിൽ ബലമായി തുറന്നാൽ ദേവന്റെ കോപം ഉണരുമെന്ന് അവർ പറയുന്നു. ശാപം അത് തകർക്കുന്നവരുടെ മേൽ മാത്രമല്ല, ലോകത്തിന്റെ മേലും പതിക്കും. വാതിൽ അടച്ചിടുന്നത് ഭയമല്ല, അത് ഭക്തിയാണ്. ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ചിലർ വിശ്വസിക്കുന്നത് ഇതുവരെ കണ്ടെത്തിയതിലും കൂടുതൽ സ്വർണം അതിലുണ്ടെന്നാണ്. മറ്റു ചിലർ പറയുന്നത് അതിൽ ആകാശ വസ്തുക്കൾ ഉണ്ടെന്നാണ്, ദൈവങ്ങളിൽ നിന്നുമുള്ള സമ്മാനങ്ങൾ. എന്നാൽ ചിലർ ഇരുണ്ട സിദ്ധാന്തങ്ങൾ മന്ത്രിക്കുന്നു. ആ നിലവറയുടെ അടിയിൽ ഒരു പ്രപഞ്ച ശക്തി ഉണ്ടെന്ന്, മറ്റൊരു ലോകത്തേക്ക് മനുഷ്യ കണ്ണുകൾക്ക് വേണ്ടി നിർമ്മിക്കാത്ത ഒരറ. ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രം നിശബ്ദതയുടെയും ഗാനത്തിന്റെയും ശ്വാസമാണ്. ക്ഷേത്രമണികൾ മുഴങ്ങുന്നു, ഭക്തർ ചാരിയിരിക്കുന്ന ഭഗവാന്റെ മുന്നിൽ കുമ്പിടുന്നു. എന്നാൽ ഒരു കാൽവാതിലിനു പിന്നിൽ ഒരു പുരാതന നിശബ്ദത കാത്തിരിക്കുന്നു. ആ നിശബ്ദതയിൽ മനുഷ്യവർഗം ഒരിക്കലും നേരിടാൻ തയ്യാറാകാത്തതിനെ ദിവ്യത്വം കാക്കുന്നു. നിലവറ ബി തുറക്കാതെ തുടരുന്നു. അത് തുറക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, ഒരുപക്ഷെ അതൊരിക്കലും ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ്.